Okay, let's start. നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്ന ടോപ്പിക്ക് ദ ലോജിറ്റ് മോഡലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ LPM ആണ് നമ്മൾ പഠിച്ചത്, ലീനിയർ പ്രോബബിലിറ്റി മോഡൽ. ഈ മോഡലിന് ചില ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. മോഡൽ വളരെ എളുപ്പമാണ് യൂസ് ചെയ്യാനായിട്ട്, OLS മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ലിമിറ്റേഷൻസ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഫസ്റ്റ് വൺ ഈസ് നോൺ നോർമാലിറ്റി ഓഫ് റെസിഡ്യൂവൽസ്. ഫസ്റ്റത്തേത് നോൺ നോർമാലിറ്റി ഓഫ് റെസിഡ്യൂവൽസ് ആയിരുന്നു. അതായത് എററിന് നോർമാലിറ്റി അസംഷൻ ഫോളോ ചെയ്യാനായിട്ട് പറ്റില്ല. രണ്ടാമത്തത് ഹെട്രോസ്കഡാസ്റ്റിസിറ്റി ഓഫ് എറേഴ്സ് ആയിരുന്നു. എറർ ഹെട്രോസ്കഡാസ്റ്റിക് ആയിരിക്കും. മൂന്നാമത്തത് R² എന്ന് പറയുന്നത് ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഗുഡ്നെസ് ഓഫ് ഫിറ്റിനെ മെഷർ ചെയ്യാനായിട്ട് സഫീഷ്യൻ്റ് ആയിരിക്കില്ല. Then the last problem was very much disturbing problem, that was estimated yi cap. അത് നമ്മൾ റിഗ്രഷൻ ലൈനിലേക്ക് മാറ്റുകയാണെങ്കിൽ that exceeds the boundaries of probability 0 and 1. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ ഭാഗം. നമുക്ക് ഈ പ്രോബ്ലങ്ങളെല്ലാം പലപ്പോഴും പല രീതിയിൽ നമുക്ക് ഇതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ഇൻഹറന്റ്ലി ലീനിയർ പ്രോബബിലിറ്റി മെത്തേഡിന് ഒരു ഷോർട്ട് കമ്മിങ് ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സും ഡിപ്പെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻ ലീനിയറാണ്. നമ്മുടെ എക്സാമ്പിൾ എന്തായിരുന്നു? ഒരു ഹൗസ് ഓൺ ചെയ്യുക. ഹൗസ് ഓണർഷിപ്പിന്റെ എക്സാമ്പിളാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഹൗസ് ഓൺ ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1 ആണെങ്കിൽ ദാറ്റ് മീൻസ് PI ഈസ് ഇക്വൽ ടു, PI എന്ന് പറയുന്നത് ഹൗസ് ഓൺ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ്. ഹൗസ് ഓൺ ചെയ്യാനുള്ള പ്രോബബിലിറ്റി, ഇപ്പോൾ ഹൗസ് ഓൺ ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 - PI ആണ്. അപ്പോൾ പ്രോബബിലിറ്റി 0യ്ക്കും 1നും ഇടയിലാണ് നിൽക്കേണ്ടത്. പക്ഷെ പലപ്പോഴും ഈ LPM നമ്മൾ ചെയ്ത് കഴിയുമ്പോഴും ഈ 0യുടെയും 1ന്റെയും മുകളിലേക്ക് പോകും. പിന്നെ വേറൊരു പ്രോബ്ലം നമ്മളിപ്പോൾ പറഞ്ഞത്, എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോഴും, എക്സ് ഒരു യൂണിറ്റ് ഇൻക്രീസ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമ്മൾ ഒരു യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിപ്പെൻഡന്റ് വേരിയബിളിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് ഉണ്ടാവുന്നത്. കാരണം LPM നമ്മൾ വരച്ചപ്പോൾ, LPM നമ്മൾ കാണിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു PI which is same as expected value of which is same as expected value of yi if yi is equal to 1. അതായത് ഇവിടെ നമ്മുടെ എക്സാമ്പിൾ ആണെങ്കിൽ ഒരു ഫാമിലി ഒരു ഹൗസ് ഓൺ ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റി ഗിവൺ ഇൻകം ആയിരുന്നു നമ്മുടെ എക്സ്പ്ലനേറ്ററി വേരിയബിൾ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ എഴുതിയത് β1 plus β2 xi. ഇതായിരുന്നു നമ്മുടെ മോഡൽ, LPM മോഡൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലീനിയർ പ്രോബബിലിറ്റി മോഡൽ എന്ന് പറയുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ PIനെ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ സ്വാധീനിക്കുന്നത് X ആണ്. പ്രോബബിലിറ്റി ഓഫ് സംതിങ് ഹാപ്പനിങ്ങിനെ സ്വാധീനിക്കുന്നത് X ആണ്, ഇൻകമാണ്. ഇൻകത്തിന്റെ ഇൻക്രിമെന്റൽ റേഷ്യോ ആണ് β2 എന്ന് പറയുന്നത്. അതായത് β2 എന്ന് പറയുന്നത് സ്ലോപ്പ് കോഎഫിഷ്യന്റ് ആണ്. എക്സ് ഒരു യൂണിറ്റ് വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം പ്രോബബിലിറ്റിനെ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ ഈ എക്സ് ഇത് കോൺസ്റ്റന്റ് ആണ്, ലീനിയർ ആയതുകൊണ്ട് തന്നെ β2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. എക്സ് എത്രത്തോളം വർദ്ധിച്ചു കഴിഞ്ഞാലും ഈ കോൺസ്റ്റന്റ് റേഷ്യോയിലായിരിക്കും പ്രോബബിലിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. സോ ദാറ്റ് ഈസ് വെരി മച്ച് അൺറിയലിസ്റ്റിക്. അതുകൊണ്ടാണ് നമ്മൾ ഈ ലോജിറ്റ് മോഡലിലേക്ക് വരുന്നത്. അപ്പോൾ
നമ്മൾ ഈ പ്രോബബിലിറ്റി ഒരു ഈ ലോജിക് മോഡൽ കൊണ്ടുവരുമ്പോഴും അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ അൺബൗണ്ടഡ്നെസ് പ്രോബ്ലം ഉണ്ടല്ലോ, നമ്മൾ LPM-ൽ നമ്മൾ അഭിമുഖീകരിച്ച അൺബൗണ്ടഡ്നെസ് പ്രോബ്ലം. ഞാനത് ആ പ്രോബ്ലം ഒന്നുകൂടി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നലെ നമ്മളത് കണ്ടതായിരുന്നു. അതിൽ ഞാൻ ആ ഗ്രാഫ് ഒന്ന് കാണിക്കാനായിട്ട് വിട്ടുപോയി. ആ ഗ്രാഫും കൂടി ഒന്ന് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്കത് നമ്മൾ ഇതായിരുന്നു നമ്മുടെ പ്രോബ്ലം. Y എന്ന് പറയുന്നത് ഹൗസ് ഓണർഷിപ്പ്, X എന്ന് പറയുന്നത് ഫാമിലി ഇൻകം. ഓക്കെ, നമ്മളിത് റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ Y നമ്മൾ ഹൗസ് ഓണർഷിപ്പ് ആണ്, അതിന് 0യും 1ഉം വാല്യൂസേ ഉള്ളൂ. X എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്, ഇൻകം ആണ്. നമുക്ക് ഈ റിസൾട്ട് നമുക്ക് കിട്ടി. ഈ റിസൾട്ടിനെ നമ്മളൊന്ന് ഗ്രാഫിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇതിനെ ഒരു ആക്ച്വൽ ഫിറ്റ് അഗെയിൻസ്റ്റ് X നമ്മൾ ഇത് നോക്കാം. ഇതാണ് നമ്മുടെ 0 വാല്യൂസ് അല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. യെസ്, ഇതാണ് നമ്മുടെ 0 വാല്യൂസ്. ഇത് നോക്കുക, ഇത് Y 0 വാല്യൂസ് ആണ്. ഇത് 1 ആണ്, Yക്ക് 1 വരുന്ന വാല്യൂസ് ആണ്. അതായത് X ഒരു 14ന് ശേഷം 14,000 ശേഷം എല്ലാവരും ഒരു ഹൗസ് ഓൺ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഒരു 14,000 മുൻപ് ഹൗസ് ഓൺ ചെയ്യുന്നില്ല. പക്ഷെ ഈ ശരിക്കും ഇതിന്റെ ഇടയിലാണ്, ഈ രണ്ട് പ്രോബബിലിറ്റിയുടെ ഇടയിലാണ് ഈ എസ്റ്റിമേറ്റഡ് Y വാല്യൂസ് നിൽക്കേണ്ടത്. പക്ഷെ എസ്റ്റിമേറ്റഡ് Y വാല്യൂസ് ഇവിടുന്ന് 0യിൽ നിന്ന് താഴേക്ക് പോകുന്നു, 1ൽ നിന്ന് ഗ്രേറ്റർ ആവുന്നു. സോ ദാറ്റ് ഈസ് ദ അൺബൗണ്ടഡ്നെസ് പ്രോബ്ലം. ഈ പ്രോബ്ലത്തെ എങ്ങനെ റെക്ടിഫൈ ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനുപയോഗിക്കുന്ന നോക്കി മനസ്സിലായല്ലോ. ഇത് തന്നെയാണ് നമ്മൾ ഗ്രാഫിലൂടെ കാണിച്ചിരുന്നത്. അപ്പൊ ഞാനത് സോഫ്റ്റ്വെയറിലൂടെ കാണിച്ചാണ്. ഓക്കെ, നമ്മൾ സാധാരണഗതിയിൽ ഒരു ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ ഷേപ്പ് ഈ 0യ്ക്കും 1നും ഇടയിലായിരിക്കും. നമുക്കതൊന്ന് വരച്ചു നോക്കാം. അപ്പൊ നമ്മൾ ഈ ലോജിക് മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് 0 എടുക്കാം. ഇത് X വാല്യൂ ആയിട്ട് എടുക്കുന്നു. Xന് പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ പോകാം, അതിൽ നെഗറ്റീവ് ഇൻഫിനിറ്റി വരെ X വാല്യൂസിന് റേഞ്ച് ഉണ്ട്. ഇതാണ് 1 എന്ന് പറയുന്നത്. ഈ 1 വാല്യൂവിനെ ഞാൻ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നു. നമ്മൾ LPM വരച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി LPM നമ്മൾ ഒരു ഈ ബൗണ്ടറീസിന് മുകളിലേക്ക് പുറത്തേക്കൊക്കെ പോവുകയാണ്. അപ്പൊ X വാല്യൂസിന് നമുക്കിവിടെ 2 റേഞ്ച്, മാക്സിമം അതിന്റെ എക്സ്ട്രീം റേഞ്ചുകൾ വരെ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. പോസിറ്റീവ് ഇൻഫിനിറ്റി, നെഗറ്റീവ് ഇൻഫിനിറ്റി നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ബൗണ്ടറീസിനകത്ത് നിൽക്കുന്ന ഒരു ഫങ്ഷണൽ ഫോം അല്ലെങ്കിൽ ഒരു ഡയഗ്രം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതൊരു ഈ ഒരു നമുക്കൊരു നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു കർവാണ് നമുക്ക് കിട്ടുന്നത്. ഈ കർവ് എന്ന് പറയുന്നത് ആക്ച്വലി ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. ഒരു ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അൺബൗണ്ടഡ്നെസ് പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനൊരു S ഷേപ്പാണ്, ഒരു സിഗ്മോയിഡ് ഷേപ്പ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ഈ പ്രോബ്ലം എന്ന് പറയുന്നത് X എത്ര ഹയസ്റ്റ് വാല്യൂസ് Xലേക്ക് പോയാലും എത്ര ലോവസ്റ്റ് വാല്യൂസിലേക്ക് X പോയാലും ദിസ് ഫംഗ്ഷൻ വിൽ ബി ഇൻ ബിറ്റ്വീൻ 0 and 1. സോ നമുക്ക് ഈ അൺബൗണ്ടഡ്നെസ് LPM-ൽ സംഭവിച്ച ആ ഒരു അൺബൗണ്ടഡ്നെസ് പ്രോബ്ലത്തിനെ റെക്ടിഫൈ ചെയ്യാനായിട്ട് നമുക്കൊരു മാർഗം എന്ന് പറയുന്നത് വി ക്യാൻ യൂസ് CDF, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഇപ്പൊ CDF തന്നെ ഏത് CDF? നമുക്ക് CDF തന്നെ പല ഫോമിലുണ്ട്. എല്ലാ CDF-ന്റെയും ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെയും ഷേപ്പ് ഈ ഒരു സിഗ്മോയിഡ് ഷേപ്പ് ആയിരിക്കും, S ഷേപ്പ് ആയിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്നത് ഡൈക്കോട്ടം, ഈ വേരിയബിൾ എന്ന് പറയുന്നത് YI എന്ന് പറയുന്നത് ഒരു ഡൈക്കോട്ടമസ് വേരിയബിൾ ആണ്, നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അതിന് 1 ആവാം 0 ആവാം. 1ഉം 0യുമാണ് നമ്മൾ അതിന് വാല്യൂസ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ പൊതുവെ 2 CDF ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കാറുള്ളത്.
ഒന്ന് ക്യുമുലേറ്റീവ് ലോജിസ്റ്റിക് ഫംഗ്ഷൻ. അപ്പൊ ഒന്ന് ലോജിസ്റ്റിക് ആണ് ഉപയോഗിക്കുന്നത്, ക്യുമുലേറ്റീവ് ലോജിസ്റ്റിക് ഫംഗ്ഷൻ ഉപയോഗിക്കാറുണ്ട്. രണ്ടാമത് ഉപയോഗിക്കുന്നത് നോർമലാണ്, ക്യുമുലേറ്റീവ് നോർമൽ ഫംഗ്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ക്യുമുലേറ്റീവ് ലോജിസ്റ്റിക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, ക്യുമുലേറ്റീവ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഈ രണ്ട് മെത്തേഡ് ഉപയോഗിക്കുന്ന അനുസരിച്ചാണ് നമ്മൾ ലോജിസ്റ്റിക് ക്യുമുലേറ്റീവ് ലോജിസ്റ്റിക് ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ then that method will be logit method. ക്യുമുലേറ്റീവ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എല്ലാത്തിനും ഷേപ്പ് ഈ ഷേപ്പ് തന്നെയായിരിക്കും, അതായത് സിഗ്മോയിഡ് ഷേപ്പ് തന്നെയായിരിക്കും. ഞാനിത് ഒരു ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. അവിടെ എക്സിന് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഇൻഫിനിറ്റി വരെ ആവാം, ഏറ്റവും ലോവസ്റ്റ് വാല്യൂ നെഗറ്റീവ് ഇൻഫിനിറ്റി വരെ ആവാം. പക്ഷെ അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ഈ ഡൈക്കോട്ടോമസ് വേരിയബിൾ എന്ന് പറയുന്നത് 0-ന്റെയും 1-ന്റെയും ഇടയിലായിരിക്കും. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ദാറ്റ് മോഡൽ വിൽ ബി പ്രോബിറ്റ്. That model will be probit. സോ ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഞാൻ ഇനി ലോജിക് മോഡലിലേക്ക് അടയ്ക്കുകയാണ്. സോ ലോജിക് മോഡലിലേക്ക് നിങ്ങളൊന്ന് എഴുതിയെടുക്കാം. നമ്മൾ ലോജിക് മോഡലിൽ എൽ പി എമ്മിൽ നമ്മൾ ഉപയോഗിച്ച, ഒന്നുകൂടി എൽ പി എം ഇവിടെ ഒന്ന് എഴുതുകയാണ്. എൽ പി എമ്മിൽ നമ്മൾ ഉപയോഗിച്ച ഫംഗ്ഷണൽ ഫോം എന്ന് പറയുന്നത് ലീനിയർ ഫംഗ്ഷണൽ ഫോം ആയിരുന്നു. ദാറ്റ് ഈസ് പി ഐ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു beta 1 plus beta 2 xn. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഫംഗ്ഷണൽ ഫോം എന്ന് പറഞ്ഞാൽ ലോജിക് മെത്തേഡ് മോഡലിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷണൽ ഫോം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇത് ലീനിയർ ഫംഗ്ഷണൽ ഫോം അല്ല, നോൺ ലീനിയർ ഫംഗ്ഷണൽ ഫോം ആണ്. സോ നമ്മുടെ ഫംഗ്ഷണൽ ഫോം എന്ന് പറയുന്നത് പി ഐ ഈസ് ഇക്വൽ ടു, പി ഐ എന്ന് പറയുന്നത് എന്താണ്, എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് വൈ ഈസ് ഇക്വൽ ടു 1. നമ്മുടെ എക്സാമ്പിൾ ആണെങ്കിൽ ഒരു ഹൗസ് ഓൺ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഗിവൺ ഇൻകം ഈസ് ഇക്വൽ ടു, ഫംഗ്ഷണൽ ഫോം നോക്കുക, 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് e raised to negative beta 1 plus beta 2 xi. ഇതാണ് ലോജിക് മോഡലിന്റെ ഫംഗ്ഷണൽ ഫോം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ലീനിയർ ഫംഗ്ഷണൽ ഫോം ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. എൽ പി എമ്മിൽ ലീനിയർ ഫംഗ്ഷണൽ ഫോം ആണെങ്കിൽ ഇവിടെ നമ്മൾ ഒരു നോൺ ലീനിയർ ഫംഗ്ഷണൽ ഫോം ആണ് ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു, എക്സും പ്രോബബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് നോൺ ലീനിയർ ആണ്. എന്നാൽ മാത്രമേ നമുക്ക് 1-നും 0-നും ഇടയിൽ ഈ ഒരു ഫംഗ്ഷണൽ ഫോം കിട്ടണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു യൂസ് this sort of a functional form, 1 divided by 1 plus e raised to minus beta 1 plus beta 2 x. ഇനി ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഭാഗത്തെ ഞാൻ ഇസഡ് എന്നുള്ള സിംപിൾ വെച്ചിട്ട് എടുക്കുകയാണ്. നമ്മൾ ഗുജറാത്തിയിൽ ഇസഡ് എന്നുള്ള ഒരു സിംപിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇങ്ങനെ എഴുതാം, പി ഐ ഈസ് ഇക്വൽ ടു 1 divided by 1 plus e raised to minus z. Where z എന്ന് പറയുന്നത് എന്താണ്?
ഇസഡ് ഈസ് ഇക്വൽ ടു ഈ ഭാഗമാണ്, ഈ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള, അതായത് നമ്മൾ LPM-ൽ തന്നെ ഉപയോഗിച്ച ലീനിയർ ഫങ്ഷണൽ ഫോമാണ്. ദാറ്റ് ഈസ് β1 പ്ലസ് β2 എക്സ്. നമ്മൾ ഈ ഫങ്ഷണൽ ഫോമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് LPM-ൽ ഉണ്ടായിരുന്ന 2 ഡിസഡ്വാൻറ്റേജസിനെ ഇവിടെ നമുക്ക് റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന്, LPM-ൽ നമ്മൾ പറഞ്ഞു, LPM-ൽ നമ്മൾ ഓൾറെഡി നമ്മൾ ഇവിടെ കാണിച്ചാണ്, നോക്കാം. ഈ ഒരു പ്രോബ്ലത്തെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ഈ അൺബൗണ്ടഡ്നെസ് എന്ന് പറയുന്നത് ബൗണ്ടറിയുടെ അകത്തല്ല, ബൗണ്ടറിയുടെ പുറത്തേക്ക് പോകുന്ന ഈ ഒരു പ്രശ്നത്തെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഒന്ന്. രണ്ട്, ഈ ലീനിയർ റിലേഷൻ ഉണ്ടല്ലോ, എക്സ് എത്ര ഇൻകം ലെവലാണെങ്കിലും, വളരെ ലോ ആയിട്ടുള്ള ഇൻകം ലെവലാണെങ്കിലും വളരെ ഹൈ ആയിട്ടുള്ള ഇൻകം ലെവലാണെങ്കിലും സെയിം ഇമ്പാക്റ്റ് ആണ് പ്രോബബിലിറ്റിയിൽ ഉണ്ടാക്കുന്നത് എന്നുള്ള ആ ഒരു പ്രോബ്ലം, അത് നമുക്ക് ഇവിടെ റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും. കാരണം നോക്കാം, ഇവിടെ ഈ ഭാഗത്തേക്ക് വരാൻ നേരത്ത് വളരെ ഹൈ ആയിട്ടുള്ള ഇൻകത്തിലേക്ക് വരാൻ നേരത്ത്, അതായത് ഇൻഫിനിറ്റിയിലേക്ക് വരാൻ നേരത്തും വണ്ണിന്റെ അടുത്തേക്ക് വളരെ സ്ലോ ആയിട്ടാണ് വണ്ണിന്റെ അടുത്തേക്ക് വരുന്നത്. ഒരിക്കലും അത് വണ്ണിലേക്ക് ടച്ച് ചെയ്യുന്ന പോലുമില്ല. അതേസമയം ഇൻകം വളരെ സീറോ അല്ല, ഇൻകം സപ്പോസ് വളരെ നെഗറ്റീവ് ആവുന്ന സമയത്ത് പോലും ഇവിടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സീറോയിലേക്ക് എത്തുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു ആ ബൗണ്ടറി ഇഷ്യൂസ് നമുക്ക് അവിടെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിനെ നമുക്ക് എന്താണ് ഇതിന്റെ ലോജിക് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ ഇസഡിന് നമ്മൾ രണ്ട് ഇത് കൊടുക്കും. ഇസഡിന് നമ്മൾ ക്യാൻ ബി റേഞ്ച് ബിറ്റ്വീൻ -∞ ടു +∞. ഇതാണ് രണ്ട് എക്സ്ട്രീം വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ ഈ ഇസഡിന് പകരം നമ്മൾ ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ നോക്കാം. 1 divided by 1 plus e raised to negative, നമുക്ക് ഈ പോസിറ്റീവ് ആൽഫ വെച്ചിട്ട് നമ്മൾ പോസിറ്റീവ് ഇൻഫിനിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ കാണിക്കാൻ നോക്കുക. പോസിറ്റീവ് ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് ഇത് പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 divided by 1 plus e raised to negative infinity. നെഗറ്റീവ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് സീറോയാണ്. ഇ റേസ് ടു നെഗറ്റീവ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് സീറോയാണ്. സോ നമുക്ക് നമ്മുടെ റിസൾട്ട് ആയിട്ട് നമുക്ക് എന്താ കിട്ടുകയെന്ന് വെച്ചാൽ 1 divided by 1 that is equal to 1. അതായത് if z is equal to infinity, positive infinity, then pi will be, pi എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ pi യുടെ ഇക്വേഷൻ. pi will be equal to 1. if z, അപ്പൊ ഈ കേസിൽ എന്താണ് സംഭവിച്ചത്? if z is equal to infinity, positive infinity, then pi is equal to then if z is equal to positive infinity, then pi is equal to 1. If z is equal to negative infinity, എന്തായിരിക്കും സംഭവിക്കുക? If z is equal to negative infinity, pi ക്ക് എന്തായിരിക്കും സംഭവിക്കുക? pi എന്ന് പറയുന്നത് 1 divided by 1 plus e raised to negative, ഇവിടെ z എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ഇൻഫിനിറ്റി ആണ്. So that means 1 divided by 1 plus e raised to infinity, that will be 1 divided by infinity, that is equal to 0. നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടല്ലോ അല്ലെ ഈ സെക്ഷൻ? ഹലോ,
എഴുതുന്നുണ്ടെന്ന് പറഞ്ഞതാ. ഓക്കെ, ശരി. അല്ല, ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്ഷൻ ഗുജറാത്തിലില്ല. ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പ്ലനേഷൻ ഗുജറാത്തിലില്ല. ഇതൊക്കെ ഗുജറാത്തിയുടെ ബുക്കിൽ നിന്നുള്ളതാണ്, പക്ഷെ ഈ ഒരു എക്സ്പ്ലനേഷൻ ഗുജറാത്തിയുടെ ബുക്കിലില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സെക്ഷൻ എന്തായാലും നിങ്ങൾ എഴുതരുത്. അത് വാക്കിൽ മാത്രമേ പറയുന്നുള്ളൂ. അതായത് ഇസഡ് നെഗറ്റീവ് ഇൻഫിനിറ്റിയും പോസിറ്റീവ് ഇൻഫിനിറ്റിയും ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, പക്ഷെ അതിൻ്റെ ഒരു എക്സ്പ്ലനേറ്ററി ഭാഗം അതിൻ്റെ അകത്തില്ല. അതുകൊണ്ട് അതൊന്ന് എഴുതരുത്. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോഴും ലോജിക്കിന്റെ വാല്യൂവിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഇത് നോൺ ലീനിയർ മെത്തേഡ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന മെത്തേഡ് ഓയിലെസ് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഓയിലെസ് മെത്തേഡ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാണെങ്കിൽ മാത്രമേ നമുക്ക് ഓയിലെസ് മെത്തേഡ് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അഡിറ്റീവ് ഫോം ആണെങ്കിൽ. അതല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് നമ്മൾ ലീനിയറൈസ് ചെയ്യണം. അതായത് ലീനിയർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ നോൺ ലീനിയർ മെത്തേഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് എസ്റ്റിമേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ലൈക്ലിഹുഡ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതൊന്ന് പറഞ്ഞെന്ന് മാത്രം. നമുക്ക് മാക്സിമം ലൈക്ലിഹുഡ് മെത്തേഡ് നമുക്ക് പഠിക്കാനില്ല. ഓക്കെ, അടുത്തത് PI എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഓണിങ് എ ഹൗസ് ആണ്. കാരണം നമുക്കറിയാം എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് y ഈസ് ഈക്വൽ ടു 1 given xi ആണ് PI എന്ന് പറയുന്നത്. സോ ലോജിക് മോഡലിൽ PI എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എഴുതി. 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് e raised to negative z. z എന്താണ് നമുക്ക് ഓൾറെഡി അറിയാം. ലീനിയർ ഫോമിലുള്ള β1 പ്ലസ് β2 xi എന്ന് പറയുന്നതാണ് z എന്ന് പറയുന്നത്. ഇതാണ് PI എന്ന് പറയുന്നത്. 1 മൈനസ് PI എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പം 1 മൈനസ് PI എന്ന് പറയുന്നത് പറഞ്ഞോളൂ ആർക്കെങ്കിലും. 0 ആണ്. ഇത് ഒരു ഹൗസ് ഓൺ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് PI. അപ്പൊ ഹൗസ് ഓൺ ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി ശരിയാണ്. അതായത് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് y is equal to 0 given xi എന്ന് പറയുന്നതാണ് ആക്ച്വലി 1 മൈനസ് PI. അത് നമ്മൾ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇത് e റേസ് ടു നെഗറ്റീവ് z ആണെങ്കിൽ ഇവിടെ e റേസ് ടു z എന്നതാണ് ഇതിന്റെ പ്രോബ്ലം. 1 മൈനസ് PI എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് e റേസ് ടു z ആണ്. ഇത് ഇവിടെ നെഗറ്റീവ് z ആണ്. അതിന്റെ മാത്തമാറ്റിക്കൽ ഓപ്പോസിറ്റ് ആണ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് e റേസ് ടു z. e എന്ന് പറയുന്നത് ബേസ് ആണ്. 2.17286 സംതിങ് വാല്യൂ ആണ്. നമുക്ക് ഇതിന്റെ രണ്ടിന്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനിപ്പോ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിനെ നമ്മൾ ഈ നോൺ ലീനിയർ ഫോമിലുള്ള ഈ ഒരു ഇക്വേഷൻ നമ്മൾ ലീനിയർ ഫോമിലേക്ക് ആക്കിയാണ്. അപ്പൊ ഡിപെൻഡന്റ് വേരിയബിളിൽ ഒരു മാറ്റം ഉണ്ടാവും. നമുക്ക് അതിലേക്ക് വരാം. ഞാനിപ്പോ ഇതിന്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് PI ഡിവൈഡഡ് ബൈ 1 മൈനസ് PI. ഇത് എന്താണ് അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ probability of owning a house, the ratio of probability of owning a house to the probability of not owning a house. ഇതിനെ വിളിക്കുന്ന പേര് ഓഡ്സ് റേഷ്യോ എന്നാണ്. ഈ റേഷ്യോനെ വിളിക്കുന്ന പേര് ഓഡ്സ് റേഷ്യോ എന്നാണ്. ഓഡ്സ് റേഷ്യോ എത്ര ഓഡ് ഉണ്ട്, അതായത് എത്രത്തോളം സാധ്യതയുണ്ട് വീട് ഓൺ ചെയ്യാനായിട്ട്. ഓഡ്സ് റേഷ്യോ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര് ഓഡ്സ് റേഷ്യോ. അതായത് ഇപ്പൊ സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ പറയാം. PI ഈസ് ഈക്വൽ ടു 0.8
0.8 ആണ് വിചാരിക്കും. അപ്പോ ഈ ഓഡ്സ് റേഷ്യോ എത്രയായിരിക്കും? ഓഡ്സ് റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം, 0.8 divided by 0.2. That will be equal to 4. അവിടുത്തെ ഓഡ് എന്ന് പറയുന്നത് 4:1 ആയിരിക്കും ഓഡ്. വീട് ഓൺ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 4/1 പ്രോബബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ അതിന്റെ ഓഡ് നമ്മൾ ഓഡിൽ പറയുകയാണെങ്കിൽ 4/1 സാധ്യതയുണ്ട് വീട് ഓൺ ചെയ്യാനായിട്ട്. ഇത് 0.8 ആണെങ്കിൽ ഈ ഭാഗം എന്ന് പറയുന്നത് 1 - 0.8 ആണ്. ദാറ്റ് ഈസ് 0.2. 0.8 divided by 0.2 is equal to 4. So നമ്മൾ ഓഡ്സ് പറയുന്നത് ഓഡ്സ് ഇൻ ഫേവർ ഓഫ് ഓണിങ് എ ഹൗസ്. ഫോർ ടു വൺ ആണ്. നമ്മൾ ബെറ്റൊക്കെ ചെയ്യാൻ നേരത്ത് നമ്മൾ ഓഡ്സിലാണ് പറയാം. 4:1. 4/1 4:1 ആണ് ഇവിടുത്തെ 4/1 4:1 ആണ് ഇവിടുത്തെ ഹൗസ് ഓൺ ചെയ്യാനുള്ള പ്രോബബിലിറ്റി. 4:1 പ്രോബബിലിറ്റി ഉണ്ട്. 4:1 ഓഡ് ഉണ്ട്. ഓഡ്സ് ഇൻ ഫേവർ ഓഫ് ഓണിങ് എ ഹൗസ് എന്ന് പറയുന്നത് 4:1. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഓഡ്സ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നോക്കാം, ഇത് പ്രോബബിലിറ്റി ഓഫ് ഓണിങ് എ ഹൗസ്, ദിസ് ഈസ് പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഓണിങ് എ ഹൗസ്. So the ratio between probability of owning a house to the probability of not owning a house is called odds ratio. ഇനി നമുക്ക് ഓഡ്സ് റേഷ്യോ ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഓഡ്സ് റേഷ്യോ എന്ന് പറയുന്നത് പി ഐ എന്ന് പറയുന്നത് നമുക്കറിയാം 1 divided by 1 plus e raised to negative z ആണ് പി ഐ എന്ന് പറയുന്നത്. ഇത് പി ഐ ആണ്. ഇനി 1 - പി ഐ എന്ന് പറയുന്നത് 1 divided by 1 plus e raised to z ആണ് 1 - പി ഐ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക എന്ന് നോക്കാം. ഇത് ഒന്ന് എഴുതിയെടുക്കണം. ഇതും ഗുജറാത്തിയുടെ ബുക്കിൽ നിങ്ങൾക്ക് കാണാം. ആ സ്റ്റെപ്പുകൾ ഒന്ന് എഴുതിയെടുത്തുള്ളൂ. സോ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 1 divided by 1 plus e raised to negative z multiplied by 1 plus e raised to z divided by 1. So നമ്മൾ ഈ 1 ഉം 1 നമുക്ക് നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകുന്നു. So the result will be 1 plus e raised to z divided by 1 plus e raised to negative z. ഇത് മാത്തമാറ്റിക്കലി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനായിട്ട് പോകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഇസഡ് ആയിരിക്കും. ഇ റേസ് ടു ഇസഡ് ആയിരിക്കും. അതിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇ റേസ് ടു നെഗറ്റീവ് ഇസഡ് എന്ന് പറയുന്നത് 1 divided by e റേസ് ടു ഇസഡ് ആണ്. നെഗറ്റീവ് ഒരു വാല്യൂ അതിന്റെ നെഗറ്റീവ് റേസ് ടു നെഗറ്റീവ് power ആണെങ്കിൽ it will be 1 divided by that value. So when we mathematically solve this equation, we get e raised to z. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡ്സ് റേഷ്യോ എന്ന് പറയുന്നത് അടുത്ത പേജിൽ എഴുതാം. So odds ratio എന്ന് പറയുന്നത് പി ഐ ഡിവൈഡഡ് ബൈ 1 - പി ഐ. ഇതാണ് ഓഡ്സ് റേഷ്യോ. അപ്പൊ നമ്മൾ ഈ ഓഡ്സ് റേഷ്യോ നമ്മൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ഓഡ്സ് റേഷ്യോയുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഇ റേസ് ടു ഇസഡ് ആണ്. ഇസഡ് എന്താന്ന് നമുക്കറിയാലോ. ഇസഡ് എന്ന് പറയുന്നത് β1 plus β2 xi ആണ്. നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇസഡ് എന്ന് പറയുന്നത് β1 plus β2 xi ആണ്. സോ ഇവിടെ നോക്കാം,
ഇതാണ് ഓഡ്സ് റേഷ്യോ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? പി ഐ എന്ന് പറയുന്നത് 1/1 പ്ലസ് ഇ റേസ് ടു നെഗറ്റീവ് ഇസഡ് ആണ്. 1 മൈനസ് പി ഐ എന്ന് പറയുന്നത് 1/1 പ്ലസ് ഇ റേസ് ടു ഇസഡ് ആണ്. ഈ രണ്ടിന്റെയും നമ്മൾ റേഷ്യോ എടുത്തു. അതിനെ വിളിക്കുന്ന പേരാണ് ഓഡ്സ് റേഷ്യോ. ഈ ഓഡ്സ് റേഷ്യോയിൽ കാണുന്ന ഈ രണ്ട് ഇക്വേഷൻസിനെ നമ്മൾ ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ കിട്ടിയത്? നമുക്ക് 1 പ്ലസ് ഇ റേസ് ടു ഇസഡ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ റേസ് ടു നെഗറ്റീവ് ഇസഡ് കിട്ടി. ഇതിനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇ റേസ് ടു ഇസഡ് എന്നുള്ള വാല്യൂ ആണ് കിട്ടുക. മാത്തമാറ്റിക്കലി നമുക്ക് കിട്ടും. സോ നമുക്ക് ഇവിടെ നമ്മൾ ഇത് ബേസ് ആണ്, ഈ എന്ന് പറയുന്നത് ബേസ് ആണ്. നമുക്കിവിടെ ഒരു ലോഗരിതമിക് ട്രാൻസ്ഫോർമേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ലീനിയർ ഫോമിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതായത് ഈ ലോഗ് റേഷ്യോനെ നമ്മൾ ഈ ലോഗ് റേഷ്യോയുടെ ഓഡ്സ് റേഷ്യോയുടെ നാച്ചുറൽ ലോഗ് കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പി ഐ ഡിവൈഡഡ് ബൈ 1 മൈനസ് പി ഐയുടെ നാച്ചുറൽ ലോഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ റേസ് ടു ഇസഡ് നിന്ന് നമ്മൾ അതിനെ ഇസഡിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. കാരണം ഇതിന്റെ നാച്ചുറൽ ലോഗാണ് ഇസഡ് എന്ന് പറയുന്നത്. ഇ റേസ് ടു ഇസഡിന്റെ നാച്ചുറൽ ലോഗാണ് ഇസഡ്. അപ്പൊ നമ്മൾ ഈ ഭാഗത്തിന്റെ നാച്ചുറൽ ലോഗ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇസഡ് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു β1 പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. β1 പ്ലസ് β2 ദിസ് ഈസ് xi. β1 പ്ലസ് β2 xi. സോ നമ്മൾ ലീനിയറൈസ് ചെയ്തു. നമ്മൾ നേരത്തെ എഴുതിയ, അതായത് ഇവിടെ നമ്മൾ എഴുതിയ ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ലോജിക് മോഡലിൽ, അതായത് ഇതിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ച ഈ ഒരു നോൺ ലീനിയർ ഇക്വേഷനെ നമ്മൾ ഇവിടെ എത്തിയപ്പോഴേക്കും അതിന് നമ്മൾ ലീനിയറൈസ് ചെയ്തു. അതിന് ലീനിയറൈസ് ചെയ്തപ്പോൾ ഒരു സംഭവം നടന്നു. നമ്മളിവിടെ ഫസ്റ്റ് മോഡലിൽ നമ്മൾ എൽ പി എമ്മിൽ നമ്മളിവിടെ പി ഐ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയിട്ട് പി ഐ ആണ് എടുക്കുന്നതെങ്കിൽ, അതായത് പ്രോബബിലിറ്റി ഓഫ് സംതിങ് ഹാപ്പനിങ് ആണ് എടുക്കുന്നതെങ്കിൽ, ഇവിടുത്തെ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? ഈ ഡിപ്പെൻഡന്റ് വേരിയബിളിനെ വിളിക്കുന്ന പേരാണ് LI. ദിസ് ഈസ് ലോജിറ്റ്. ഇതാണ് നമ്മൾ ലോജിറ്റ് വാല്യൂ എന്ന് വിളിക്കുന്നത്. അതായത് ലോജിറ്റ് വാല്യൂ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ദ നാച്ചുറൽ ലോഗ് ഓഫ് ഓഡ്സ് റേഷ്യോ. അപ്പോൾ ഇവിടുത്തെ ഡിപ്പെൻഡന്റ് വേരിയബിൾ മാറി. ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് നമ്മൾ നേരെ പ്രോബബിലിറ്റി ഓഫ് ഹാപ്പനിങ് സംതിങ് അല്ല, ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ലോഗ് ഓഡ് ഓഫ് ഓണിങ് എ ഹൗസ്. അതായത് ഒരു വീട് ഓൺ ചെയ്യാനായിട്ടുള്ള ഓഡ്സ് റേഷ്യോയുടെ ലോഗാണ് ശരിക്കും നമ്മുടെ ഇവിടുത്തെ ഡിപ്പെൻഡന്റ് വേരിയബിൾ. പക്ഷെ നമ്മൾ അതിനെ ലീനിയറൈസ് ചെയ്തു. അതായത് β1 പ്ലസ് β2 xi ഫോമിലേക്ക് നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. സോ ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ലോജിറ്റ് വാല്യൂ. ഈ ലോജിറ്റ് വാല്യൂ അതിന്റെ ഇന്റർപ്രിട്ടേഷനിൽ പറയുകയാണെങ്കിൽ നമ്മൾ അതിന് മുൻപ് ഞാൻ ലോജിറ്റിന്റെ മോഡൽ ഒന്ന് ഇവിടെ ഒന്ന് റൈറ്റിൽ വരക്കാം. സോ നമ്മളിവിടെ രണ്ട് പ്രോബ്ലം, എൽ പി എമ്മിന്റെ രണ്ട് പ്രോബ്ലംസ് നമ്മളിവിടെ സോൾവ് ചെയ്തു. ഒന്ന് അൺബൗണ്ടഡ്നെസ് ഇഷ്യൂ നമ്മൾ സോൾവ് ചെയ്തു. കാരണം എക്സിന് ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. പോസിറ്റീവ് ഏത്, ഇറ്റ് ക്യാൻ ബി എനി എക്സ്ട്രീം. ഇറ്റ് ക്യാൻ ബി 0 ഓർ negative infinity or positive infinity. Then here we have one. Then dichotomous variable ആണ് pi എന്ന് പറയുന്നത്. നമ്മൾ എൽ പി എം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കറിയാം, നമ്മൾ എൽ പി എം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് 0 വാല്യൂസ് വരും വൈക്ക്. എക്സ് കൂടുന്നതനുസരിച്ച് നമുക്കൊരു 1 വാല്യൂസും വൈക്ക് വരും. നമ്മൾ എൽ പി എം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് എൽ പി എം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓക്കെ. എൽ പി എം ആണെങ്കിലും നമുക്ക് എൽ പി എം ഒരു സ്ട്രേറ്റ് ലൈൻ ആവും. പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് അൺബൗണ്ടഡ്നെസ് പ്രോബ്ലം ഉണ്ട്. നമ്മൾ ലോജിറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ
it will be somewhat like a S model. So, it will be somewhat like an S model. So this will be LPM, and this is logic. This is logic. ലോജിറ്റും പ്രോബിറ്റും ഒരേ ഷേപ്പ് തന്നെ ആയിരിക്കും. ചെറിയ വേരിയേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ടൈലിന്റെ സ്ഥലത്ത് വരുന്ന സമയത്താണ് ആ ലോജിറ്റിന്റെയും പ്രോബിറ്റിന്റെയും ഡയഗ്രങ്ങൾ തമ്മിൽ ചെറുതായിട്ടുള്ള ഒരു വേരിയേഷൻ ഉണ്ടാവാം. ഒന്ന് ലോജിസ്റ്റിക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ലോജിറ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ, പ്രോബിറ്റ് മെത്തേഡിലാണെങ്കിൽ അത് ഉപയോഗിക്കുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, ക്യുമുലേറ്റീവ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അപ്പോൾ എന്ത് CDF ആണ് എടുത്തിരിക്കുന്നത് അനുസരിച്ചാണ് ഈ ലോജിറ്റും പ്രോബിറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവുക. നമ്മൾ ലോജിക് വാല്യൂ കണ്ടു. ലോജിക് വാല്യൂ എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടി പറയാം, ഇറ്റ് ഈസ് ദ ലോഗ് ഓഫ് ഓഡ്സ് റേഷ്യോ. ഇറ്റ് ഈസ് ദ ലോഗ് വാല്യൂ ഓഫ് ഓഡ്സ് റേഷ്യോ. സോ നമുക്ക് ഈ ലോജിക് പോസിറ്റീവ് ആണെങ്കിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇഫ് ദ ലോജിക് ഈസ് പോസിറ്റീവ്, ഇറ്റ് മീൻസ് ദാറ്റ് റിഗ്രസറിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് റിഗ്രസറിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. ഇതാണ് റിഗ്രസർ. റിഗ്രസറിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. ഇത് പോസിറ്റീവ് ആണെങ്കിൽ റിഗ്രസറിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഈ ഓഡ്സ് റേഷ്യോ നമുക്ക് എന്താന്ന് പറഞ്ഞു? ഒരു വീട് ഓൺ ചെയ്യാനുള്ള ഓഡ്സ് എത്രയാണ്, എത്ര സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ ഒരു കാര്യമുള്ളത്, നമ്മൾ PI എന്ന് പറയുന്നത് നേരെ പ്രോബബിലിറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രോബബിലിറ്റി 1 അല്ലെങ്കിൽ നമ്മൾ 0 എന്നുള്ള പ്രോബബിലിറ്റിയിലാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു ലേറ്റന്റ് വേരിയബിളും കൂടി നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ലേറ്റന്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഡിസയർ ടു ഓൺ എ ഹൗസ്. അതാണ് ഈ ഓഡ്സ് റേഷ്യോ എന്നുള്ളത് നമുക്ക് കിട്ടുന്നത്. ഒരു വീട് ഓൺ ചെയ്യാനുള്ള ഒരു ഡിസയർ, അതിന്റെ ഒരു എബിലിറ്റി, വീട് ഓൺ ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും കൂടി നമുക്ക് ഇവിടെ ഓഡ്സ് റേഷ്യോ എന്ന് അറിയാൻ പറ്റും. എബിലിറ്റി, ആ എബിലിറ്റി ടു ഓൺ എ ഹൗസ് നമുക്കിവിടെ ഒരു ലേറ്റന്റ് വാല്യൂ ഉണ്ട്. നമുക്ക് ഒബ്സർവബിൾ അല്ല, ആ ലേറ്റന്റ് വേരിയബിൾ ആയിട്ട് അതാണ് നമ്മളിവിടെ ഫൈൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അത് കിട്ടാനായിട്ട് നമ്മൾ ഓഡ്സ് റേഷ്യോയുടെ നമ്മൾ ലോഗ് എടുക്കുമ്പോഴാണ് നമുക്ക് ഈ ലോജിറ്റ് വാല്യൂ നമുക്ക് കിട്ടുക. ലോജിറ്റ് വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് റിഗ്രസർ വർദ്ധിക്കുന്നതനുസരിച്ച് വീട് ഓൺ ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടി വരും. അതേസമയം ഇത് നെഗറ്റീവ് വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, ലോജിറ്റിന്റെ വാല്യൂ നെഗറ്റീവ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, പ്രോബബിലിറ്റി 0ക്കും 1നും ഇടയിലായിരിക്കും, പക്ഷെ ലോജിക് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. സോ ഇഫ് the logic value is negative, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ റിഗ്രസറിന്റെ വാല്യൂ കൂടുന്നതനുസരിച്ച്, റിഗ്രസറിന്റെ വാല്യൂ എക്സിന്റെ വാല്യൂ റിഗ്രസറിന്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ഇത് വീട് ഓൺ ചെയ്യാനുള്ള, അതായത് Y 1 ആവാനുള്ള പ്രോബബിലിറ്റി കുറഞ്ഞു വരും. റിഗ്രസന്റ്, അതായത് ഡിപെൻഡന്റ് വേരിയബിൾ നമ്മുടെ വീട് ഓൺ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ്, അത് കുറഞ്ഞു വരും. ഇത് നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മുടെ കേസിൽ ഇറ്റ് വിൽ ബി ലോജിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും വരിക. കാരണം നമ്മൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ലോജിറ്റ് വാല്യൂ ആയിരിക്കും നമുക്ക് വരിക. ഇതാണ് നമുക്ക് ലോജിറ്റ് മോഡലിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ഏരിയ. ഞാൻ ഒന്നുകൂടി ജസ്റ്റ് കൺക്ലൂഡ് ചെയ്ത് പറയാം. നമ്മൾ LPM ആണ് ആദ്യം എഴുതിയത്. LPM എന്ന് പറയുന്നത് ലീനിയർ ഫങ്ഷണൽ ഫോം ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന എസ്റ്റിമേറ്റഡ് ലൈൻ എന്ന് വിളിക്കുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, വിച്ച് ഈസ് അൺറിയലിസ്റ്റിക്, വിച്ച് ഈസ് അൺബൗണ്ടഡ് വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് പ്രോബബിലിറ്റി. അപ്പൊ നമുക്ക് ആ ബൗണ്ടറീസിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഷേപ്പ് ആയിരിക്കണം വരുന്നത്. ഇത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ ഷേപ്പ് ആയിരിക്കും. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന് പല ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ലോജിസ്റ്റിക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ എടുക്കുന്ന മോഡലാണ് ലോജിക് മോഡൽ. അതേസമയം നമ്മൾ എടുക്കുന്നത് നോർമൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് എടുക്കുന്നതെങ്കിൽ then our model will be probit model. ഇതാണ് നമ്മൾ തുടക്കം പറഞ്ഞത്. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത് ഇതാണ് നമ്മുടെ LPMന്റെ മോഡൽ. അതൊരു ലീനിയർ മോഡലാണ്. ഇവിടെ നമുക്ക് നോൺ ലീനിയർ മോഡലാണ്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് നോൺ ലീനിയർ ആണ്. എക്സും
ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻ, അതുപോലെ കോയിഫിഷ്യന്റുകളെല്ലാം നോൺ ലീനിയർ ആണ്. അപ്പൊ നമ്മളൊരു നോൺ ലീനിയർ ഫംഗ്ഷണൽ ഫോം, ഇതാണ് അതിന്റെ ഫംഗ്ഷണൽ ഫോം എന്ന് പറയുന്നത്. അതായത് പി ഐ എക്സ്പെക്ടഡ്, ഒരു വീട് ഓൺ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇതാണ്. വീട് ഓൺ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ലോജിക് മോഡൽ അനുസരിച്ച് വീട് ഓൺ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അതിന്റെ ഫംഗ്ഷണൽ ഫോം എന്ന് പറയുന്നത് 1/1 + e⁻⁻ β1 + β2 xi ആണ്. അപ്പൊ ഇതിനെ നമ്മളൊന്ന് ചുരുക്കി എഴുതുന്നതാണ് ഇസഡ് എന്ന് എഴുതുന്നത്. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഇസഡ് എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചത്. ഇസഡ് ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, β1 + β2 xi ആണ്. ഇനി ഇസഡിന് നെഗറ്റീവ്, ഇറ്റ് ക്യാൻ ബി റേഞ്ച് ബിറ്റ്വീൻ, അതായത് ഏത് ഹയസ്റ്റ് വാല്യൂ ആയിക്കോട്ടെ, ഇസഡിന് പകരം നമുക്ക് ഈ എക്സ് എടുത്താലും മതി. എക്സിന് ഏറ്റവും വലുതാവാം, എക്സിന് ഏറ്റവും ചെറുതാവാം. എക്സിന് പോസിറ്റീവ് ഇൻഫിനിറ്റി ആവാം, നെഗറ്റീവ് ഇൻഫിനിറ്റി ആവാം. പോസിറ്റീവ് ഇൻഫിനിറ്റി ആണെങ്കിലും പി ഐ 1ലേക്ക് വരുള്ളൂ. പ്രോബബിലിറ്റി ഓഫ് ഓണിങ് എ ഹൗസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇത് നെഗറ്റീവ് ഇൻഫിനിറ്റി ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഓണിങ് എ ഹൗസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ പി ഐ 1നും 0നും ഇടയ്ക്ക് വരെയും ചെയ്തു. നമ്മുടെ റിലേഷൻ എക്സും പി ഐയും തമ്മിലുള്ള റിലേഷൻ, ഇതാണ് എക്സും പി ഐയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് നോൺ ലീനിയർ ആവുകയും ചെയ്തു. അപ്പൊ രണ്ട് കണ്ടീഷൻസ്, എൽ പി എമ്മിന്റെ ഡിഫക്റ്റ് ആയിട്ടുള്ള രണ്ട് കണ്ടീഷൻസ് ഇവിടെ മീറ്റ് ചെയ്തു. ഇനി പി ഐ എന്ന് പറയുന്നത് നമ്മൾ 1/1 + e⁻⁻z എന്ന് എഴുതി. അപ്പോൾ 1 - pi, പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഓണിങ് എ ഹൗസ് എന്ന് പറയുന്നത് 1/1 + e⁻⁻z ആണ്. ഈ രണ്ടിന്റെയും റേഷ്യോ എടുക്കുകയാണെങ്കിൽ ആ റേഷ്യോയുടെ പേരാണ് ഓഡ്സ് റേഷ്യോ. ഇത് എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഈ ഫംഗ്ഷണൽ ഫോമിനെ, ഈ നോൺ ലീനിയർ ഫംഗ്ഷണൽ ഫോമിനെ നമുക്ക് ലീനിയർ ഫോമിലേക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം, ലീനിയറൈസ് ചെയ്യാം. ലീനിയറൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ലോജിറ്റ് വാല്യൂ കിട്ടുന്നത്. ഈ റിലേഷൻ അതേപടി നിൽക്കുകയും ചെയ്യും. നമ്മൾ ഇതിനെ ലീനിയറൈസ് ചെയ്തെന്ന് വെച്ചുകൊണ്ട് ഈ റിലേഷൻ പോവില്ല. ഈ റിലേഷൻസ് അതേപടി, നോൺ ലീനിയർ റിലേഷൻഷിപ്പ് അതേപടി നിൽക്കും. ആ നോൺ ലീനിയർ റിലേഷൻഷിപ്പിന് നമ്മുടെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ലീനിയറൈസ് ചെയ്യുന്നത് മാത്രം. പക്ഷെ റിലേഷൻഷിപ്പ് നിൽക്കും. പക്ഷെ ഡിപെൻഡന്റ് വേരിയബിൾ, ഇവിടുത്തെ ഡിപെൻഡന്റ് വേരിയബിൾ ഇവിടെ ഇതായിരുന്നെങ്കിൽ അവിടെ നമ്മൾ ലീനിയറൈസ് ചെയ്യുമ്പോൾ ഡിപെൻഡന്റ് വേരിയബിൾ മാറുന്നുണ്ട്. അത് ഓഡ്സ് റേഷ്യോ ആയിട്ട് മാറും. pi/1 - pi, ഇതിനെയാണ് നമ്മൾ ഓഡ്സ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. ഈ ഓഡ്സ് റേഷ്യോ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈ ഫോമിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടുന്നത് e⁻⁻z ആണ്. അപ്പോൾ ഓഡ്സ് റേഷ്യോയുടെ വാല്യൂ എന്ന് പറയുന്നത് e⁻⁻z ആണെങ്കിൽ നമ്മൾ അതിനെ നാച്ചുറൽ ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇസഡ് കിട്ടും. ഇസഡ് എന്ന് പറയുന്നത് നമ്മുടെ β1 + β2 xi ആണ്. അപ്പോൾ ലോജിറ്റ് വാല്യൂ, ഇതിന് ഈ ഓഡ്സ് റേഷ്യോയുടെ നാച്ചുറൽ ലോഗിനെ വിളിക്കുന്ന പേരാണ് ലോജിറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഈ ലോജിറ്റ് വാല്യൂ പോസിറ്റീവ് ആവും, നെഗറ്റീവ് ആവും. പോസിറ്റീവ് ആവും നെഗറ്റീവ് ആവുന്നതനുസരിച്ച് നമ്മുടെ ഇന്റർപ്രിട്ടേഷനിൽ വ്യത്യാസം ഉണ്ടാവും. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇത് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പി ഐയുടെ ഈ ഓഡ്സ് റേഷ്യോ കൂടും. അതേസമയം ഇത് നെഗറ്റീവ് ആണെങ്കിൽ എക്സ് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഓഡ്സ് റേഷ്യോ കുറയും. അതായത് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വീട് കിട്ടാനുള്ള പ്രോബബിലിറ്റി കുറഞ്ഞു വരും. അപ്പൊ ലോജിറ്റിന്റെ വാല്യൂ അനുസരിച്ച് നമുക്ക് ഇന്റർപ്രിട്ടേഷൻസ് മാറിക്കൊണ്ടിരിക്കും. ഇനി ലോജിറ്റിന്റെ ഒരു ഡയഗ്രമാറ്റിക്കൽ റെപ്രസെന്റേഷൻ വരയ്ക്കുകയാണെങ്കിൽ ആക്ച്വലി ഈ ഗ്രീൻ ലൈൻ മാത്രം, കർവ് മാത്രം വരച്ചാൽ മതി. ഇത് നോക്കാം, ഇത് തന്നെയാണ് നമ്മൾ ആദ്യം വരച്ചിരിക്കുന്ന CDFന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഏത് CDF ഫോം ആണെങ്കിലും അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സിഗ്മോയിഡ് ഷേപ്പ് ആയിരിക്കും, അതല്ലെങ്കിൽ ഒരു എസ് ഷേപ്പ് ആയിരിക്കും. ഇനി പ്രോബിറ്റ് ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോബിറ്റിൽ നമ്മൾ ഇത് തന്നെ എസ് ഷേപ്പ് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇതിന്റെ ടെയിലിൽ മാത്രം, ഈ നമ്മളിപ്പോൾ ലോജിറ്റിന്റെ മേലിൽ വരച്ചിരിക്കുന്ന ടെയിൽ പോലെ ഈ പ്രോബിറ്റിന്റെ ടെയിൽ മാത്രമായിരിക്കും ഒരു അല്പം ഡീവിയേഷൻ ഉണ്ടാവുക. അപ്പൊ ലോജിറ്റും പ്രോബിറ്റും മാത്തമാറ്റിക്കലി ഏകദേശം സെയിം റിസൾട്ട് ആയിരിക്കും നൽകുന്നത്. എന്നാൽ പ്രോബിറ്റിനേക്കാൾ, പ്രോബിറ്റിൽ ഒരു പ്രോബ്ലം ഉള്ളത് അതിൽ ഇന്റഗ്രൽസ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്തമാറ്റിക്കൽ കോംപ്ലക്സിറ്റീസ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതിനേക്കാൾ കുറെ കൂടി സിംപിളർ ആയിട്ടുള്ള ഒരു ഫോമാണ് ലോജിക് മെത്തേഡ് എന്ന് പറയുന്നത്. പ്രോബിറ്റ് മെത്തേഡും ലോജിക് മെത്തേഡും സാമ്പിൾ സൈസ് കൂടുകയാണെങ്കിൽ അത് they will be providing almost similar results. അതുകൊണ്ട് തന്നെ കൂടുതലും നമ്മൾ എംപിരിക്കൽ സ്റ്റഡീസിൽ ഉപയോഗിക്കുന്നത് ലോജിക് മെത്തേഡാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ലോജിക് മെത്തേഡ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലോജിറ്റിനെയും പ്രോബിറ്റിനെയും ഒരു വളരെ സംക്ഷിപ്തമായ രൂപത്തിൽ മാത്രമേ അവതരിപ്പിക്കുകയുള്ളൂ. ബിക്കോസ് ദർ ആർ ലോട്ട്സ് ഓഫ് മാത്തമാറ്റിക്കൽ കോംപ്ലക്സിറ്റീസ് ഇൻ യൂസിങ് പ്രോബിറ്റ് ആൻഡ് പ്രോബിറ്റ് മെത്തേഡ്സ്. നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നിങ്ങൾ ചോദിച്ചോളൂ. എനിക്ക് അടുത്ത
സെക്കൻഡ് പീരീഡും തേർഡ് പീരീഡും കൂടി ഉണ്ട്. ഓക്കെ, ഇതിന്റെ നോട്ട്സുകളെല്ലാം ഞാൻ ഹാൻഡ് റിട്ടൺ ആയിട്ട് നിങ്ങളുടെ എടുക്കും. ഞാൻ ഒന്ന് സ്കാൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്ക് ഞാൻ അത് ഇടാം. നിങ്ങൾക്ക്